ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതുവും രഞ്ജുവും തമ്മിൽ കൊമ്പ് കോർക്കുകയാണ് കള്ളു കുടിക്കുന്നതിനെ പറ്റിയും ടച്ചിങ്സിനെ പറ്റിയൊക്കെ. അവസാനം ഗീതുവിനെ അവരുടെയൊക്കെ മുന്നിൽ വെച്ച് കളിയാക്കി വലിയ വെല്ലുമച്ചിയാണെന്നൊക്കെ വരുത്തി തീർത്തുകൊണ്ട് നമ്മുടെ രഞ്ജു സംസാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കേണ്ട, കള്ളിൻ്റെ കൂടെ ഷാപ്പിൽ നല്ല നാടൻ കറികളാണ് നല്ലതെന്നൊക്കെ രഞ്ജു നിന്നിങ്ങനെ പറയുന്നു. അപ്പോഴേക്കും അവിടെ കാഞ്ചനയ്ക്ക് വെള്ളം ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ട് നീ ഇവിടെ നിന്നാലേ ഈ കള്ളും കൂടെ മുഴുവൻ ഒറ്റ വടിക്ക് വലിച്ചു കുടിക്കും, പോ എന്നും പറഞ്ഞ് രേഖ വിളിച്ചുകൊണ്ട് പോകുവാണ് കാഞ്ചനെ. ഈ സമയം ഗീതു ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് അതെ, ഈ ഷാപ്പിലെ കുട്ടേട്ടൻ്റെ നമ്പറാണ് രഞ്ജു, നീ അവരെ വിളിച്ച് ഇഷ്ടമുള്ള കറികൾ ഓർഡർ ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഫോൺ ലോക്കാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ലോക്കും അഴിച്ചു കൊടുത്തു ഗോവിന്ദൻ. അങ്ങനെ നീ ഉണ്ടല്ലോ, ഒരു കാര്യം ചെയ്യാം, ഈ ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഫോൺ ഒന്ന് ചാർജിലിട്ടേക്കാൻ ഗോവിന്ദൻ പറഞ്ഞു. പിന്നെ ഇന്ന് ഉച്ച വരെ ആര് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കത്തില്ലെന്നും പറഞ്ഞു ഇങ്ങനെ പറയണു. രഞ്ജു അങ്ങ് പോയി. വിളിച്ചുകൊണ്ട് അങ്ങ് പോകുമ്പോൾ വിളിച്ചിട്ട് കിട്ടിയോ എന്ന് ചോദിച്ചു. കിട്ടി, ഇപ്പോൾ ഓർഡർ കൊടുത്തോളാവേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു അവിടെ നിന്ന് ഫോണിൽ വിളിക്കുന്നു. ഈ സമയം നമ്മുടെ ഗീതു എന്തോ ഒരു കള്ളത്തരം അവിടെ മണത്തു. ഗീതു എന്നിട്ട് പതുക്കെ ഇവളുടെ പിന്നാലെ പോയി ഇങ്ങനെ പോയി നോക്കുക. അപ്പോൾ വേറെന്താ വെറൈറ്റി ഉള്ളത്? അത് കൊള്ളാം, കൊഞ്ച് പുളിയിട്ട് വറ്റിച്ചത്, ഇത്രയൊക്കെ മതി, എല്ലാം റെഡിയല്ലേ, വേഗം കൊടുത്തു വിടണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു ഫോണിൽ വിളിക്കുന്നു. ഗീതു പിറകിൽ വന്ന് നിന്നിങ്ങനെ കേൾക്കുക. അപ്പം ഇതെല്ലാം മുമ്പിൽ നിരത്തി വെച്ച് ഗോവിന്ദേട്ടനെ ഞെട്ടിക്കണം എന്നൊക്കെ രഞ്ജു നീ പറയുക. അപ്പം നീ ഞെട്ടിക്കുമെന്ന് ഗീതു പിന്നിൽ നിന്നിങ്ങനെ പറയണം. എന്നിട്ട് ഫോണും ചാർജിലാക്കിയിട്ട് പുള്ളിക്കാരി അങ്ങ് തിരിഞ്ഞങ്ങ് പോകുക കേട്ടോ. അപ്പോൾ ഗീതു പിന്നിൽ നിൽക്കുമല്ലേ, ഗീതു വന്നിട്ട് ആ ഫോൺ അതേപടി തന്നെ എടുത്ത് ഈ കുട്ടേട്ടനെ വിളിച്ചിട്ട് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ ഒരു ബന്ധു മരിച്ചു, ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുക, അതുകൊണ്ടാണ് കേട്ടോ വേണ്ടാന്ന് പറഞ്ഞ്. സാരമില്ല, ശവദാഹം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഷാപ്പിലേക്ക് വന്നോളാവേ. ശരി എന്നാലേ എന്നും പറഞ്ഞ് ഫോണും അങ്ങ് കട്ട് ചെയ്തു. രഞ്ജുവിന് ഗീതു കൊടുത്ത് കേട്ടാറ് പണിയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ, എന്താണ് അടുത്ത പണി കൊടുക്കേണ്ടത്. അയ്യോ, ഇനിയിപ്പോൾ രഞ്ജുവിനെ ജയിക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളല്ലോ. എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ പാഴ്സൽ ക്യാൻസൽ ചെയ്തത് ഞാനാണെന്ന് അറിയുമല്ലോ. ഇവിടെ ഒരു ഭൂകമ്പവും നടക്കുമല്ലോ. ഇനി എന്ത് ചെയ്യും? പെട്ടെന്ന് എന്താ ഉണ്ടാക്കാൻ പറ്റുക എന്ന് ഓർത്ത് ഗീതു അടുക്കളയിലേക്ക് ഓടുക. ഈ സമയത്ത് അവിടെ രേഖയും അതുപോലെ നമ്മുടെ കാഞ്ചനയും കൂടെ വർത്താനമൊക്കെ പറഞ്ഞു വരുന്നത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കള്ളു കുടിക്കുന്നതിനെ പറ്റിയൊക്കെ കാഞ്ചന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഗീതു അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. എന്താ ഇവിടെ ഒരു സംസാരം എന്ന് ചോദിച്ചു. കള്ളു കുടിക്കുന്നതിനെ പറ്റി കാഞ്ചനയ്ക്ക് കിട്ടാത്തതിനെ പറ്റി പറയാമായിരുന്നെന്ന് പറഞ്ഞപ്പം നാണയില്ലേ കാഞ്ചനയ്ക്കെന്ന് ഗീതു ചോദിച്ചു. ഞാനിതിനെ നാണിക്കുന്നത്, അവർക്ക് കുടിക്കാനുള്ളതേ ഉള്ളൂ, അത് പിന്നെ ആകെ അതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പം ഞാൻ ചോദിച്ചത് കള്ളിൻ്റെ കാര്യമല്ല, ടച്ചിങ്സിൻ്റെ കാര്യമാണ്. എന്താ ഉള്ളത്? എന്തിനിപ്പോൾ ടച്ചിങ്സ് എന്ന് ചോദിച്ചു. കണ്ണേട്ടനെ കള്ളിൻ്റെ കൂടെ കൊടുക്കാനാണെന്ന് ഗീതു. അപ്പോൾ ഗീതു നീ തന്നെയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു രേഖേച്ചിയല്ലേ പറഞ്ഞത് കണ്ണേട്ടൻ്റെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണമെന്ന്, അതിന് കള്ള് കുടിക്കാൻ പ്രോത്സാഹിപ്പിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നീ എന്താ ഇങ്ങനെ പറയണേ? എങ്കിലേ ഭർത്താവിന് ഇഷ്ടം പിടിച്ചു പറ്റാൻ ഏറ്റവും നല്ല മന്ത്രവും മാർഗവും ഇതാണ്. പിന്നെ ഭാര്യയുടെ കൈകൾ കൊണ്ട് 2 പെഗ് അകത്ത് ചെന്ന നിമ്മതിയാണെന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കിട്ടിയ ഉഗ്രൻ ബീഫ് ഇരിപ്പുണ്ട്, പക്ഷെ കറി ആക്കണം എന്ന് പറഞ്ഞപ്പം മതി, ബീഫ് മതി, കള്ളും ബീഫും ബെസ്റ്റ് കോമ്പിനേഷൻ ആണെന്നൊക്കെ ഗീതു പറഞ്ഞു. നീ എന്തിനാ ഗീതു ഈ റിസ്ക് എടുത്ത് കറിയൊക്കെ ഉണ്ടാക്കി അവരെ കള്ളു കുടിപ്പിക്കുന്നതെന്ന് ചോദിച്ചു രേഖ. അപ്പോൾ അതേ രേഖേച്ചി, ആ കുഞ്ചു ഷാപ്പിൽ വിളിച്ചു പറഞ്ഞ് കറിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഞാനത് അവരെ അറിയാതെ നൈസായിട്ട് ക്യാൻസൽ ചെയ്തു. അപ്പം നിനക്കിത് എന്തിൻ്റെ അസുഖമായിരുന്നു എന്ന് ചോദിച്ചു രേഖ. അവളെ കണ്ണേട്ടൻ്റെ മുന്നിൽ അങ്ങനെ ഷൈൻ ചെയ്യണ്ട, അതുകൊണ്ടാണ്. ഷാപ്പിലെ കറി പ്രതീക്ഷിച്ച് നിരാശയോടെ ഇരിക്കുമ്പോൾ നല്ല ഒന്നാന്തരം ബീഫ് പെരട്ട് അല്ലെങ്കിൽ ബീഫ് വഴറ്റിയതുണ്ടാക്കി ഞാൻ കണ്ണേറ്റൻ്റെ മുന്നിലൊരു വിലസെന്ന് പറഞ്ഞു. അപ്പോൾ കാഞ്ചന പറഞ്ഞു അത് കൊള്ളാം, അടിപൊളി ഉഗ്രന. ഈ ഗീതുപാപ്പയായിരിക്കും പിന്നെ അവരുടെ മുന്നിൽ താരം. അപ്പോൾ എടി നീ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുമെന്ന് രേഖ ചോദിച്ചു. ബീഫ് കട്ട് ചെയ്ത് മഞ്ഞൾ മസാലയും ചേർത്ത് കുക്കറിൽ വെച്ച് 4 വിസിൽ, ബീഫ് പഞ്ഞി പോലെ വേവും, അതിലേക്ക് കുറച്ച് ഉള്ളി വറുത്തിട്ട് അങ്ങ് വിളമ്പിയാൽ മതിയെന്നേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് ഗോവിന്ദേട്ടന് ഇഷ്ടപ്പെടണം, ഇല്ലെങ്കിൽ ഗീതുവിൻ്റെ മുഖത്തെടുത്ത് എറിയുമെന്ന് രേഖ പറയും. അങ്ങനെ ഇവർ അതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് വിളിച്ചു വരെ ചോദിക്കുന്നു ഈ കറി ഇങ്ങനെ വെക്കുന്നതെന്ന്. അങ്ങനെ ഗീതു ഇതൊക്കെ വിളിച്ചു ചോദിച്ചെല്ലാം സെറ്റാക്കി. പിന്നെ അവിടെ ഒരു മേളം തന്നെയായിരുന്നു. 3 പേരും കൂടെ കറി വെക്കുവാണ്. അന്നപ്പോൾ നമുക്ക് തുടങ്ങാമെന്നും പറഞ്ഞു ചടപടയെന്നും പറഞ്ഞ് ബീഫ് പെരട്ട് ഒരു 3 പേരും കൂടെ നിന്ന നിപ്പിലങ്ങ് ഉണ്ടാക്കി കറിയാക്കി അങ്ങ് വാങ്ങി. ഇതെടുത്ത് നമ്മുടെ രേഖ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അസാധ്യ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അസാധ്യ ടേസ്റ്റ്. ലാസ്റ്റ് എല്ലാ ചേരുവകളും ചേർത്ത് ഇങ്ങ് വാങ്ങി വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇത് കൊടുത്ത് ഉറപ്പായിട്ടും നമ്മുടെ ഗോവിന്ദേട്ടൻ ഫ്ലാറ്റ് ആകുമെന്ന് പറഞ്ഞു.
രേഖ പറഞ്ഞു ഇത് കഴിച്ചു നോക്കിയിട്ട്. ഈ സ്മെല്ല് മൂക്കിൽ തട്ടുമ്പോഴേക്കും നിരാഹാരം ഇരിക്കുന്ന രാധിക മാമിയുടെ വായിൽ കപ്പൽ ഓടുമെന്ന് നമ്മുടെ കാഞ്ചനയും പറഞ്ഞു. അങ്ങനെ രാധയ്ക്കൊക്കെയിട്ടുള്ള പണിയുമായി. അപ്പോൾ അത് നേരാണെന്ന് ഗീതവും പറഞ്ഞേ. അപ്പോൾ സൂപ്പറാണെന്നുള്ള കാര്യം രേഖ പറയാം. അങ്ങനെ ദേ ഇവർ മണത്ത് നോക്കുന്നു, കഴിച്ച് നോക്കുന്നു, ആ കറി അങ്ങനെ സെറ്റപ്പായിട്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ രാധികയാണെങ്കിൽ അവിടെ ബ്രെഡും കഴിച്ചിങ്ങനെ ഇരിക്കുക. ഉണക്ക ബ്രെഡും കഴിച്ച് വെള്ളവും കുടിച്ചിരിക്കുന്ന സമയത്താണ് ഈ സ്മെല്ല് വരുന്നത്. ഈ മണം അടിച്ചപ്പോഴത്തേക്കും അയ്യോ രാധികയുടെ പോക്ക് കാണണമായിരുന്നു. ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല രാധികയ്ക്ക്. അയ്യോ ബീഫ് ഫ്രൈ ആണല്ലോ, അവരുടെ എല്ലാവരുടെ മുന്നിൽ ഞാൻ നിരാഹാരമാണല്ലോ, ഞാനിനി എങ്ങനെ കഴിക്കും? അത് അറിഞ്ഞുകൊണ്ട് തന്നെ എന്നെ കൊതി പിടിപ്പിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ചേർന്ന് എന്തൊക്കെയോ സ്പെഷ്യലുകളൊക്കെ ഉണ്ടാക്കി കൂട്ടുന്നതാണ് എൻ്റെ ഒരു അവസ്ഥ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ പുള്ളിക്കാരി. ഒരു ബീഫ് കറി കിട്ടിയിരുന്നെങ്കിൽ ഈ ബ്രെഡും കൂട്ടി കഴിക്കാമായിരുന്നല്ലോ. ശോ ഞാനിനി എന്താ ചെയ്യുന്നേ എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. എന്നിട്ട് ആ ബ്രെഡും കയ്യിലെടുത്ത് ചുരുട്ടി പിടിച്ചിങ്ങനെ ദേഷ്യപ്പെടുവാണ്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നടപ്പാ. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു. എന്നിട്ട് വരുണിനെ വിളിച്ചു. അപ്പോൾ ഹലോ അമ്മ, എന്താ അമ്മയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇപ്പം തന്നെ ഒരു ബീഫ് ഫ്രൈ വേണമെന്ന് പറഞ്ഞു. എന്ത് വരുണേ, നീ ഇവിടെ നിന്ന് പോയതിൻ്റെ ആഘോഷമാണെന്നാണ് തോന്നുന്നത്. എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കി ഇവിടെയുള്ളവർ കഴിക്കാനുള്ള പുറപ്പാടാണെന്നുള്ള കാര്യമൊക്കെ രാധിക പറഞ്ഞു കൊടുക്കുക മകനോട്. എനിക്ക് മണം സഹിക്കാൻ പറ്റുന്നില്ലടാ. അവളും ആ കൂട്ടത്തിലുണ്ടോ രേഖ? അപ്പം അവളായിരിക്കും മേൽനോട്ടം. അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വരുൺ. ഞാനിവിടെ കഞ്ഞിക്ക് വകയില്ലാതെ നടക്കുമ്പോൾ അവളവിടെ തിന്ന് സുഖിക്കുകയാണല്ലേ. അതല്ലടാ, ഞാൻ നിരാഹാരത്തിലാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ ഭക്ഷണം കഴിക്കാൻ അവർ വിളിക്കില്ല, അതറിയാവോ നിനക്ക്? നീ എനിക്കൊരു പാഴ്സൽ ഓർഡർ ചെയ്യുക. വീടിൻ്റെ പുറകിൽ കൂടി വന്നാൽ മതി, ഞാനത് വാങ്ങിച്ചോളാം. അമ്മേ ചുമ്മാ കളിക്കരുത് കേട്ടോ. നിരാഹാരം എന്ന പേരിൽ അമ്മ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്ക് അറിയാമെന്ന് വരുൺ പറഞ്ഞു. ഒന്നും ഇല്ലടാ, സത്യമാടാ. ദേ 3-4 കഷ്ണം ഉണക്ക ബ്രെഡ് ഉണ്ടായിരുന്നു, അതും തീർന്നടാ. ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല. നീ ഒന്നും മേടിച്ചോണ്ട് പാടാ. മണം അടിച്ചിട്ട് എനിക്ക് നിൽക്കാൻ മേല. അപ്പോൾ ഇപ്പം എനിക്കത് മേടിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. അമ്മ ഇപ്പം തൽക്കാലം പട്ടിണി കിടക്കാൻ പറഞ്ഞു മകൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ കയറാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു രാധിക. അമ്മേനെ കയറാൻ സമ്മതിച്ചില്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ അമ്മയാണെന്ന് ഞാൻ ഗോവിന്ദനോട് പറയുമെന്നും മകൻ. ഇത് കേട്ട് കഴിയുമ്പോൾ രാധിക ഞെട്ടി. അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് തെണ്ട. അമ്മ ഫോൺ കട്ട് ചെയ്തേ, ബീഫ് കഴിക്കണം പോലും, ബീഫ്. മോനെ വരുൺ എടാ എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ കിടന്ന് വിളി തുടങ്ങി. വരുൺ പച്ചവെള്ളം പോലും മേടിച്ച് കൊടുക്കില്ലെന്ന് പറയുകയും ചെയ്തു. രാധികയാണെങ്കിൽ വെള്ളവർക്കി ഒരു പരുവത്തിലെത്തി. പേടിച്ചിട്ടാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ മേല, വിശന്നിട്ടാണെങ്കിൽ ഇരിക്കാനും മേല. മണം കാരണം മൂക്കൊക്കെ ഇങ്ങനെ പൊത്തി പിടിച്ചങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് നമ്മുടെ ഗീതു ഇതെല്ലാം സെർവ് ചെയ്യാൻ വേണ്ടി പ്ലേറ്റിലേക്ക് ആക്കി അതിനകത്ത് എന്നിട്ട് കുറച്ച് ഡെസേർട്ടും കാര്യങ്ങളൊക്കെ വെച്ചു. അങ്ങനെ അടിപൊളിയാക്കി അവരുടെ മുന്നിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഈ സമയം ഇത് കണ്ടതും ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞെന്ന് പറഞ്ഞ് കാഞ്ചന. അങ്ങനെ കാഞ്ചന അതിൽ നിന്ന് പറഞ്ഞ് എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും അതെടുക്കരുതെന്ന് പറഞ്ഞ് രേഖ കൈക്കെട്ടൊരു തട്ട് വെച്ച് കൊടുത്തു. അങ്ങനെ ദേ സ്പെഷ്യൽ ഡിഷ് റെഡി. അപ്പോൾ ദേ നീ അങ്ങ് ചെല്ല്, മാസമായിട്ടൊരു ലുക്കൊക്കെ കൊടുത്ത് നീ അടിപൊളിയായിട്ട് അങ്ങ് ചെല്ല് പൊന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വിടുവാണ് നമ്മുടെ രേഖ ഗീതുവിന്. ഈ സമയം അവിടെ കള്ളൊഴിച്ചിട്ട് ഷാപ്പിൽ നിന്ന് കറികൾ വരുമ്പോഴേക്കും കള്ള് തീരുമല്ലോ എന്ന് പറഞ്ഞു രഞ്ജു. എത്ര നേരമായിട്ട് കാത്തിരിക്കാം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ 10 മിനിറ്റ് പോരെ എന്നൊക്കെ ചോദിച്ച്. എന്താ പോലും ഇത്ര താമസിക്കുന്നത്, നീ ചെന്ന് ഒന്നുകൂടി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു, പക്ഷെ ഫോൺ എടുക്കുന്നില്ലെന്ന് രഞ്ജു. എന്നാലേ ഈ കള്ളുമായിട്ട് നമുക്ക് ഷാപ്പിലോട്ട് പോയാലോ എന്ന് ചോദിച്ചു. ഇനിയും കാത്തിരിക്കാൻ വയ്യെന്ന് പറഞ്ഞപ്പോൾ രഞ്ജു, നീ ആ ഷിബുവിൻ്റെ അടുത്ത് ഷാപ്പ് വരെ പോയിട്ട് പറയാൻ പറഞ്ഞു ഗോവിന്ദൻ. അവിടെ പോയി വാങ്ങിയിട്ട് വരുമ്പോഴേക്കും ഈ കള്ളുകൂടിയുടെ ഫ്ലോ അങ്ങ് പോകുമെന്ന് പറഞ്ഞ് ഇവർ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേ കൊണ്ടുവരുന്നു ഫ്രണ്ടിലേക്ക് ഒരു സെറ്റപ്പ് കറിയൊക്കെ ആയിട്ട് നമ്മുടെ ഗീതു. അങ്ങനെ വന്ന് നിൽക്കുന്ന ഗീതുവിനെ കണ്ട് രഞ്ജു അന്താളിച്ചിങ്ങനെ ഇരിക്കുക. തൊട്ട് പിന്നാലെ രേഖയുണ്ട്, കാഞ്ചനയുണ്ട്. രണ്ടുപേരും ഇങ്ങനെ 2 സൈഡും ഇങ്ങനെ നിന്നിട്ട് ദേ അത് കൊണ്ടുവന്ന് ഗോവിന്ദൻ്റെ മുന്നിൽ അങ്ങ് വെച്ച് കൊടുത്തു. ഗോവിന്ദൻ അതിൽ നിന്നൊരു പീസ് എടുത്ത് വായിലേക്ക് വെച്ചു. അപ്പോഴേക്കും സത്യം പറയല്ലോ ഗീതു, ദേ നീ എന്താ ഇതിനു മുമ്പ് ഷാപ്പിലെ കറിക്കാരിയായിരുന്നു, എന്താ ഒരു ടേസ്റ്റ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഗീതു അന്നേരം ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുക. രഞ്ജുനൊന്നും തീരെ പിടിച്ചില്ല. രഞ്ജു എന്നിട്ട് ഇങ്ങനെ തലയും ഇതാക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. എന്നും പറഞ്ഞ് ഗീതു നേരത്തേന് ഇങ്ങനെ ഒന്ന് കാണിക്കുകയും ചെയ്തു. എന്നും പറഞ്ഞൊരു ഗോഷ്ടിയൊക്കെ കാണിച്ചു. അത് ഗീതു പാപ്പ മാമന് വേണ്ടി ഉണ്ടാക്കിയ സ്പെഷ്യലാണ്, അതാ ഇത്രയും ടേസ്റ്റ്. അല്ലെങ്കിലും ഗീതു എന്തെങ്കിലും മനസ്സറിഞ്ഞ് ചെയ്താൽ അത് ചെയ്തതാണെന്ന് പറഞ്ഞു രേഖ. അത് പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്നും പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേഖ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ മഹേഷിനോട് കഴിച്ചു നോക്കാൻ പറഞ്ഞു ഗോവിന്ദൻ. മഹേഷ് അതിൽ നിന്നൊരു കഷ്ണം എടുത്തങ്ങ് കഴിച്ചു. ഉഷാറായെന്ന് പറഞ്ഞു. അപ്പോൾ രഞ്ജുവിനോട് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ രഞ്ജുവിന് എടുക്കാനായിട്ട് പറ്റണില്ല, പക്ഷേ രഞ്ജു എടുക്കാതെ ഇരിക്കാനും പറ്റണില്ല. അങ്ങനെ രഞ്ജു അതിൽ നിന്ന് എടുത്തു. പിന്നെ ഇവരങ്ങ് കഴിച്ചിട്ട് ഇതിനെ പുകഴ്ത്തി പറയാനായിട്ടങ്ങ് തുടങ്ങിയ ഗീതു സാധ്യതയിലിരിക്കാം. കള്ള് മാത്രം കുടിച്ച് വയറ്റിൽ ഗ്യാസ് ഉണ്ടാക്കേണ്ടെന്ന് കരുതിയായിരിക്കും ഇത് കഴിക്കാൻ ഗീതു ഉണ്ടാക്കി തന്നത് എന്നും പറഞ്ഞൊക്കെ ഇങ്ങനെ നമ്മുടെ കാഞ്ചന പറയും കേട്ടോ.
എന്നാൽ നമുക്ക് ആ സന്തോഷത്തിലേക്ക് കടക്കാം. ഷാപ്പിലെ കറിക്ക് പകരം വീട്ടിലുണ്ടാക്കിയ നല്ല പോത്ത് വരട്ടിയതും നാടൻ കള്ളും കൂടി ഒരു പിടി അങ്ങോട്ടേക്ക് പിടിക്കാം. എങ്ങനെയുണ്ട് എന്ന് ഗോവിന്ദൻ ചോദിക്കണം. എന്നിട്ട് ഇവരിതിങ്ങനെ ഒഴിക്കുന്നു, കുടിക്കുന്നു, കഴിക്കുന്നു, ഒഴിക്കുന്നു, കുടിക്കുന്നു. അങ്ങനെ ഇവർ 3 പെണ്ണുങ്ങളും കൂടി ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നു. രഞ്ജു നല്ല ഇതായിട്ട് കഴിക്കാം. അപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, എനിക്കിങ്ങ് തരാൻ പറഞ്ഞ് ചോദിച്ച് മേടിച്ച് കുടിക്കുവാണ് രഞ്ജു. അപ്പോൾ കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളൊന്നും ഇങ്ങനെ പരസ്യമായിട്ട് മദ്യപിക്കില്ലെന്ന് ഗീതു പറഞ്ഞു. അപ്പോൾ നീ ഇത് കുടിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം പറഞ്ഞു നമ്മുടെ ഗോവിന്ദൻ. അപ്പോൾ എനിക്ക് ഒരേ ഒരു ഗ്ലാസ് മതിയെന്ന് പറഞ്ഞ് രഞ്ജു ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവള് കള്ളു കുടിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അയ്യോ വേണ്ട എന്ന് ഗോവിന്ദൻ മനസ്സിൽ പറയാം. ഞാനൊരു ഗ്ലാസ് കുടിക്കാൻ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗ്ലാസ്സിലിരുന്ന് ഇതെടുത്ത്, അതായത് ഗോവിന്ദൻ കുടിക്കാൻ വെച്ചിരുന്നത് എടുത്ത് ഒറ്റ വലിക്കങ്ങ് കുടിച്ച് തീർത്ത്. ഇവരെല്ലാവരും കണ്ണും തള്ളി ഇങ്ങനെ നോക്കി നിൽക്കുക. ആ ഒരു ഗ്ലാസ് കുടിച്ചപ്പോഴത്തേക്ക് രഞ്ജു പൂസാവുകയും ചെയ്തേ. ഇവരെല്ലാവരും കൂടി ഈ പെണ്ണ് ചില്ലറക്കാരിയല്ല എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും പുതുപുത്തൻ വിശേഷങ്ങളുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.